ഇത് നമുക്ക് ലിറ്ററലി കാണാൻ പറ്റുന്നത് ഇതാണ്. എന്താണ് കാണുന്നത്? താങ്ക് യു. എന്താണ് പേര്? അൻഷിഫ. ഇതാ 6th തൊട്ടിട്ട് 10th വരെ ഞാൻ പഠിച്ചത് അയിലക്കാട് ക്യാമ്പനം സ്കൂളിലാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു ദിവസം വരണം കണ്ട് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിപ്പൂസ് വ്ലോഗ് ആൻഡ് ഇറ്റ്സ് മീ ചിപ്പു ഹിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം വന്നിട്ട് 8 മണിയായിട്ടുണ്ട്. രാവിലെ നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോവുകയാണ്. ആളെന്ന് പറഞ്ഞിട്ടുള്ള അയലക്കാടുള്ള തന്നെയാണ്, തൊട്ടടുത്തുള്ളതാണ്. അത് ഞാൻ കുറച്ച് ദിവസമായി രാവിലെ പോകണം എന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്നാണ് വന്നിട്ടുള്ളത് ആ ദിവസം. ആൻഡ് ഫേസ് ഒക്കെ തന്നെ ഇട്ടുകൊണ്ടാണ് വർത്തിരിക്കണേ. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ജസ്റ്റ് ഡ്രസ്സ് മാറ്റി ഇറങ്ങിയിട്ടുള്ളൂ, അതും ചെയ്തിട്ടില്ല. ഇനി ഒരു ജസ്റ്റ് ചെറിയൊരു പൊടിമഴ ഉണ്ട്. ആക്ച്വലി ഇന്നലെ ഇവിടെ റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു, മഴയുള്ള സമയമല്ലേ. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കോട്ടും കോട്ടയും എല്ലാം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോവാം എന്നൊക്കെ. എനിക്ക് കറക്റ്റ് ഇന്ന ഡെസ്റ്റിനുള്ള പ്ലാനില്ല, കാരണം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. ബട്ട് ലെറ്റ്സ് സീ ദാറ്റ്. ആൻഡ് ഇറങ്ങട്ടെ. മാസ്ക് ഒക്കെ ഉണ്ട്, ഇടയ്ക്കൊരു വെയിലുണ്ട്, അപ്പോൾ ഞാൻ മാസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. വെയിൽ പറഞ്ഞു. ഗൈസ്, അയ്യോ നല്ല കാറ്റുണ്ട്. ഞാൻ നടക്കാൻ എനിക്കിപ്പം പറയാൻ കിട്ടണില്ല. ഞാനൊന്ന് നടന്നിട്ട് ഒന്ന് സെറ്റാവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇപ്പോൾ നല്ല ആമ്പലാണോ താമരയാണോ അവർക്ക് മനസ്സിലാവണില്ല, വിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ തല തേങ്ങ വീഴും. നല്ല സമയം ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്, വല എറിയുന്നുണ്ട്. അപ്പം ഞാൻ നടക്കറിക്കൂടെ. ഇങ്ങാക്കാനായിട്ടും ബാബിനായിട്ട് ഐസിനായിട്ടും കുറച്ച് ദിവസം മുന്നല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്നിരുന്നു. ആ ടൈമിൽ എനിക്കിങ്ങനെ ഇത്രക്ക് കൊണ്ട് വരാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ വന്ന് ചായ കുടിച്ചിട്ട് പോവുക ചെയ്തത്. അവര് നോക്കണം എന്താണ്. കുറച്ചും കൂടി രാവിലെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടാവുമായിരുന്നു. പക്ഷെ നമുക്ക് അത്ര രാവിലെ എണീച്ച് വരാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഈ നേരത്തെ. രസമുണ്ട്, അത്ര വെയിലുണ്ടായിട്ടില്ല. ഫുൾ ആമ്പലാണ്, ഫുൾ ആമ്പൽ നിറഞ്ഞിരിക്കണം. നടക്കാം. കിടക്കുന്നുണ്ട് ഗൈസ്. അയ്യോ എൻ്റെ അമ്മേ. താമര പൊട്ടിക്കാനുള്ള ഒന്നുമില്ല, സാഹസികമൊന്നും വേണ്ട, നമുക്ക് വെറുതെ നടക്കാം. ഇവിടെ 2 കപ്പിൾസ് ഉണ്ട്. വെള്ള താമര, താമര വെള്ള പറയും പോലെ. വെള്ള താമര, നല്ല വെള്ള താമര ഞാൻ കാണിച്ചത്. വെള്ള കളർ റോസ് അല്ല ഉണ്ടാവുക. വെള്ള താമര ഇനി അല്ല ആമ്പലാണ്. ഇനി മനസ്സിലാവണില്ല ഗൈസ്. അയാൾ അവിടെ കിടന്ന് പറിക്കുകയാണത്. ആക്ച്വലി വെള്ളത്താമരയാണ് ഗൈസ്, ഫുൾ വെള്ളത്താമര. എന്താ പറയുക, എനിക്ക് ഏട്ടൻ സോ കൈൻഡ് എന്നോട് പറഞ്ഞു എനിക്ക് ആമ്പൽ പറിച്ചു തരാം. സോറി താമര തരാമെന്ന്. അപ്പോൾ അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന താമരയാണ്. പണ്ട് മഴയുടെ പെയ്താലോ സാരമില്ല, കുടയുണ്ട്. ആക്ച്വലി ഇവിടെയൊക്കെ വെള്ളം, ഇപ്പുറത്തെ വെള്ളമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പുറത്തെ വെള്ളം. നടുവിൽ ഇങ്ങനെ നടക്കാനുള്ളൊരു സ്ഥലം. നമ്മളിങ്ങനെ നടക്കാം.
അന്ന് കാക്കാനായിട്ട് ബാബനായിട്ട് വന്നത് ഈ സ്ഥലമല്ല, വേറെ സ്ഥലത്തേക്കാണ് പോയത്, സ്പോട്ടിലേക്ക്. അവിടെ പോയി കുറച്ചേരം ഇരുന്നിട്ടാണ് പിന്നെ ഈ സ്ഥലത്തേക്ക് വെറുതെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. നമ്മളിപ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിറ്ററലി കാണാൻ പറ്റുന്നത് ഇതാണ്. അതെന്താ കാണുന്നത്? കാണുന്നുണ്ടോ? ഞാൻ പഠിച്ച സ്കൂളാണോ? എനിക്ക് ആ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് ജനാലകളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ ഒരു മരം കാണായിരുന്നു. ഇനി അതാണോ എന്നൊക്കെ ഡൗട്ടുണ്ട്. അവിടുന്ന് ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റൊരു മരം. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങോട്ട് ഇങ്ങനെ പോവുക. കാരണം എൻ്റെ ക്ലാസ്സിൽ നിന്ന് ചുറ്റോറും ആക്ച്വലി ഞാൻ പഠിച്ചത് അയലക്കാടാണ്. കുറേ വർഷം ഞാൻ പഠിച്ചത് അയലക്കാടാണ്. സോ അയലക്കാട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വേറെ തന്നെ ഒരു ഓർമ്മയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവിടെ നിന്ന് ആയിക്കൂടെ നോക്കുമ്പോൾ ഒരു മരം കണ്ടിരുന്നു. അതാണോ ഇത്? ഇതൊക്കെ ഇങ്ങനെ ഡൗട്ടുണ്ട്. ആൻഡ് ഐ വാസ് ലൈക്ക് എനിക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്കത് കണ്ടിട്ട് എൻ്റെ സ്കൂളാണോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. പക്ഷേ അല്ല. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ നോക്കുമ്പോൾ ഏതാണോ കണ്ടത് ഇതിൻ്റെ തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. കാണാനത് പഠിച്ചത് സ്കൂൾ തന്നെയാണോ? എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ബാക്ക് സൈഡ് ആയതുകൊണ്ടും എനിക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കിതുപോലത്തെ ഒരു മരം കണ്ടിരുന്നു. എനിക്ക് എന്നിട്ട് വരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതാണോ മരം? ഒറ്റക്കാണെങ്കിലും വന്നു. അയ്യോ, സംഭവം എന്തോ എനിക്ക് അവിടെ എത്തിയപ്പോൾ ആ ഒരു മൊമെൻ്റ് ഇത് തന്നെയാണെന്നുള്ളൊരു മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി അത് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ വരുന്ന വഴി എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു, 10th പഠിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, ഞാൻ അവളോട് ചോദിച്ചു ഇങ്ങനെ നമുക്കിങ്ങനെ വഴി നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ നമ്മൾ സ്കൂളിൽ. അപ്പോൾ കാണാൻ പറ്റുമോ, അത് തന്നെയാണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളും, ബിക്കോസ് അന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പം ഇങ്ങനെ വരാൻ പറ്റുമെന്ന്. എന്തായാലും കുഴപ്പമില്ല. വിരിഞ്ഞത് വേണോ വിരിയാത്ത വേണോ? കുറച്ച് ഇരിഞ്ഞത് മതി. മതി. താങ്ക് യു. എന്താണ് പേര്? അൻഷിഫ. കല്യാണം കഴിഞ്ഞോ? ഇല്ലില്ല. കല്യാണക്കാരൻ നോക്കണ്ട? ഒക്കെ കല്യാണം കഴിഞ്ഞ് പോയി. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ ഇനി. ആരുമില്ല. അപ്പോൾ താമര ഇട്ട്. പക്ഷെ ഞാൻ ചോദിച്ചതൊന്നുമല്ല കേട്ടോ. എനിക്കിങ്ങനെ താമര പൊട്ടിക്കണം ആ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയിട്ട് അവർ കണ്ടപ്പോൾ അവർ പറഞ്ഞതാണ് താമര വേണമെന്ന് വെച്ചതാണ്. അപ്പോൾ താമര എന്നതാ. ഉമ്മാണ്ട് ഞമ്മ വിചാരിക്കും ഞാൻ കായലിലിറങ്ങി താമര പൊട്ടിച്ച് സമാധാനം വീട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിവിടുന്ന് ഇറങ്ങാണ്. ഇനി അടുത്ത സ്പോട്ട് എനിക്കറിയില്ല. ആ വഴി കുറച്ച് ടാസ്ക്കാണ് പോകാനും. കാരണം അന്ന് പോയപ്പോൾ തന്നെ ഞങ്ങൾ ആകെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിന്ന് പോകുമ്പോൾ എനിക്കറിയില്ല അത് ഏതി കൂടെ പോകാമെന്ന്. താമരയുടെ മണം വേറെ തന്നെ. ഒക്കെ നൊസ്റ്റ് അടിക്കണം താമരയുടെ മണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സ്പോട്ട് വരുന്നത്. ഞാൻ നോക്കട്ടെ കാണിക്കാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും തൊട്ടടുത്തുള്ള സ്പോട്ടിലേക്കാണ് ഞാൻ പോയത്. വഴി കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചിട്ടാണ് പിന്നെ ആ സ്ഥലം എത്തിയത്. അതിൻ്റെയാണ് രസമുണ്ട്. പക്ഷെ അവിടെ നിർത്തുന്നത് ഇവിടെ അല്ല ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. മറ്റേ സ്ഥലത്തേക്ക് എത്തോ നോക്കാം. ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇതാണ് സ്ഥലം. നല്ല രസമില്ലേ കാണാൻ? സ്ഥലത്ത് അറിയാണ്ട് പിന്നെ നമ്മൾ വഴി നോക്കി നോക്കിയിട്ട് എത്തി കഴിഞ്ഞാൽ ആ സ്ഥലം കണ്ടോ ഇല്ല എന്നുള്ളൊരു ഫീലാവല്ലേ. ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ. പോയിന്റ് വന്നിട്ട് അതൊരു ബ്രിഡ്ജ്, അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. കാഞ്ഞിരമുക്ക്
മുക്ക് എന്നാണ് ഞാൻ എഴുതി കണ്ടത്. ഇവിടെ അടുത്താരുണ്ടെങ്കിൽ രാവിലെ വരാം, ഇവിടെ സ്പെൻഡ് ചെയ്യാം. കാണുന്നുണ്ടോ ഗൈസ്? എല്ലാവരും പോയി. ഗൈസ് നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിമിലെ ഡ്രസ്സുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല മധുരമുണ്ട്, കുഴപ്പമില്ലാത്ത ചായ. നല്ല രസമുണ്ട് സ്ഥലം. ഓക്കെ, അപ്പോൾ ഈ സ്ഥലം വരുന്നത് ആളത്തിൻ്റെ അടുത്തുള്ളതാണ്. കാഞ്ഞിരമുക്ക് ഒരു ആളം ബ്രിഡ്ജിൽ നിന്ന് കാണാനുണ്ട്. കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജും പുതിയത് വന്നിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ ഇടയിലുള്ളൊരു സ്പോട്ടാണിത്. ലിറ്ററലി ഫുൾ തെങ്ങിൻ്റെ തോപ്പും പിന്നെ നടുവിലൊരു വഴിയും പിന്നെ ഇറങ്ങുന്നത് കായലേക്ക്, അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ അവിടെയാണ് ഞാനിവിടെ വന്നത്. അക്കയും ബാബിയും അവരെ കൂടെ ഒരു ദിവസം വന്നതാണ്. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു ദിവസം വരണം കണ്ട് എന്ന് ഞാൻ ആഗ്രഹിച്ചു. പറയുകയാണെങ്കിൽ എന്താ, അയിലക്കാട്, ഇത് സംഭവം അയിലക്കാടാണ് കേട്ടോ വരുന്നത്. അയിലക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് ഈ ആളം എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ 6th തൊട്ടിട്ട് 10th വരെ ഞാൻ പഠിച്ചത് അയിലക്കാട് ക്യാമ്പനം സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ അയിലക്കാട് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത്രയും അറിയുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല പരിചയമുള്ള സ്ഥലമാണ് അയിലക്കാട് എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ ആൾക്കാരായിക്കോട്ടെ പാവങ്ങളാണ്. കുറേ കാലം കാണുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ചോയ. ആ സമയത്ത് ഞാൻ സൈക്കിൾ മേലാണ് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് കണ്ട് സൈക്കിൾ മേലെ വന്നുകൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ മഴ, ഇവിടെ മൺസൂൺ സീസൺ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതൽ ഈ പാടം, കായൽ അങ്ങനത്തെ സ്ഥലമാണ്. അപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല രസമാണ്. തലേക്ക് തേങ്ങുള്ളൂ കുറച്ചോനെ. ചായ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാം, പൊറോട്ട ആണെങ്കിലും കഴിക്കാം, പക്ഷെ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് കരുതി. ക്ലൈമറ്റ് മാറി വരുന്നുണ്ട്, വെയിലൊക്കെ പോയി. എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, കറൻ്റ്ലി വർക്കിംഗ് അല്ല. അതിൻ്റെ ചില സമയത്ത് എനിക്ക് ഭയങ്കര വർക്ക് ചെയ്യണില്ല, സുഖമായിട്ടിരിക്കാം. തലേ ദിവസം ടെൻഷനില്ല, പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോകണം എന്നുള്ള ടെൻഷൻ അങ്ങനത്തെ ഒന്നുമില്ല. ഇഷ്ടമുള്ളവരെ കിടന്നുറങ്ങാം, ഇഷ്ടമുള്ള ഫുഡ്, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ്. ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഗിൽറ്റ് ഫീൽ ആവും, അയ്യോ വർക്ക് ചെയ്യണില്ലല്ലോ, വർക്കിന് പോകണ്ടേ, ഭയങ്കര. പിന്നെ അതാലോചിച്ച് ഭയങ്കര ടെൻഷനാവും. അപ്പം ഞാൻ ഇത് ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും എൻ്റെ വീട്ടിലൊക്കെ. എപ്പോഴും നമുക്ക് വേണ്ട സംഭവമാണ് ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ആവുക എന്നുള്ളത്, ഒട്ടുമിക്ക എല്ലാവർക്കും. അപ്പോൾ അതാണ്. പക്ഷെ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ മൾട്ടിപ്പിൾ ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് എപ്പോഴും നല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ്. ഞാൻ സിവിൽ ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് അറ്റ് എ ടൈം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ കളരി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും തുടങ്ങാനോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ആൻഡ് പിന്നെയാണ് യൂട്യൂബും കാര്യങ്ങളും വന്നത്. എപ്പോഴും ഞാൻ ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ എപ്പോഴും സെക്കൻഡ് ഓപ്ഷനായിട്ടാണ് വെക്കാറ്. അതൊരു മെയിൻ ഓപ്ഷനാക്കി വെക്കില്ല. കാരണം നമുക്കിതിന് ഗ്യാരണ്ടി ഇല്ല. നമ്മൾ പഠിച്ച പ്രൊഫഷൻ ആണെങ്കിൽ അതവിടെ ഉണ്ടാവും. ഇപ്പം ഞാൻ ഇപ്പോൾ സിവിൽ പഠിച്ചതാണെങ്കിൽ സിവിൽ എനിക്ക് അവിടെ ഉണ്ട്. ലിറ്ററലി ഇപ്പോൾ വർക്കിംഗ് അല്ലെങ്കിൽ കൂടി എനിക്കറിയാം, അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രീംസ് ഉണ്ട്, എത്രത്തോളം നിലനിൽക്കുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇൻ കേസ് നാളെ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷണലാക്കി എടുത്ത ആൾക്കാരൊക്കെ കൊടുക്കും. സോ എനിക്ക് ഈ സോഷ്യൽ മീഡിയ എപ്പോഴും സെക്കൻഡറി അല്ല, തേർഡാണ്. ഫസ്റ്റ് എനിക്ക് എപ്പോഴും സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, സെക്കൻഡ് കളരിയാണ്. കളരി സിവിലും സെയിം പോലെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ സിവിൽ ജോബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു താങ്ങായി നിൽക്കുന്നത് കളരിയാണ് കേട്ടോ. അതും കഴിഞ്ഞിട്ടാണ് ഈ യൂട്യൂബും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എപ്പോഴും ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് ശരിക്കും നല്ല. നമുക്കൊരു ജോലി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ വർക്ക് ചെയ്യണ്ടല്ലോ, ഭയങ്കരമായിട്ട് സമാധാനം കൊള്ളുന്ന ആൾക്കാർ. നമുക്ക് ഒന്നിനും ഇപ്പോൾ ഗവൺമെൻറ് ജോബ് അല്ലാണ്ട് വേറെ എല്ലാ ജോലികൾക്കും അത്ര ഗ്യാരണ്ടി ഇല്ലല്ലോ. ഏത് നിമിഷം വേണമെങ്കിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ എപ്പോഴും നമുക്കൊരു വേറെ കൂടെ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്ന ഒരു വഴി എപ്പോഴും തേടുന്നത് നല്ല. എനിക്ക് ആ ഒരു കൺസെപ്റ്റിലാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്യാമ്പനമിലെ നല്ല ഇതിൻ്റെ അടുത്ത് തന്നെ കായൽ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ 7th 8th ഞങ്ങൾ അടിയത്തെ ഫ്ലോറിലായിരുന്നു, ലിറ്ററലി കായലിൻ്റെ തൊട്ടടുത്ത. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളം വെള്ളം കയറിയിട്ട് ക്ലാസ്സിൽ മൊത്തം വെള്ളമായിരുന്നു. എന്നിട്ട് ക്ലാസ്സിൽ കൂടെ ഒക്കെ മീനൊക്കെ പോവാം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഉള്ള സംഭവം. എന്നിട്ട് ഞങ്ങളത് ക്ലാസ്സിലൊക്കെ ആക്കി വെച്ച്.
അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ സ്കൂളും. ഇനി നേരെ വീട്ടിപ്പം ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഒരു മോർണിംഗ് ഇന്ന് വേറെ രീതിയിൽ സ്പെൻഡ് ചെയ്യാന്നൊക്കെ കരുതി. ഓരോ ദിവസം എണീക്കുമ്പോഴും ഫ്രീ ആണ്, സെയിം റുട്ടീനാണ്. ഇടയ്ക്കൊന്നൊരു ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചാണ് ഇങ്ങനെ വരാന്നുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ സൈൻ ഓഫ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ.